PG ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യുന്നത്. നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 5/2025. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ്? തന്നിരിക്കുന്നത് 1. മൃദുഭാവേ ദൃഢകൃത്യ എന്നാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയാണ്. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അതും ശരിയാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അത് തെറ്റാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് ആണ്. ഇതിൽ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നത് 1. ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണ്. 2. ഹിരാക്കുഡ് മഹാനദി. അതും ശരിയാണ്. 3. തെഹരി ഡാം കൃഷ്ണ നദി എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. 4. സർദാർ സരോവർ നർമ്മദ. അതും ശരിയാണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? 1. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. അത് ശരിയാണ്. 2. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയാണ്. 3. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അതും ശരിയാണ്. 4. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അത് തെറ്റാണ്. 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. സവർണജാഥ ഇതോട് അനുബന്ധിച്ച് നടന്നതാണ്. അത് ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അതും ശരിയാണ്. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതും ശരിയാണ്. 4. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അത് തെറ്റാണ്. അവർണർക്ക് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ സഞ്ചരിക്കാൻ അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഐത്തോച്ചാടന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇതിൽ 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? ിരിക്കുന്നത് പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്. അത് ശരിയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. അതും ശരിയാണ്. സതിഹിത ബോധിനി. അത് തെറ്റാണ്. അത് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ ഉൾപ്പെടുന്നില്ല. സതിഹിത ബോധിനി എഴുതിയത് കണ്ടുകുരി വീരേശലിംഗം പന്തലു ആണ്. ഇത് 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്നത് 1. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കാക്കനാടാണ്. 2. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. അത് ശരിയാണ്. 3. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. അതും ശരിയാണ്. 4. കേരള ലളിതകലാ അക്കാദമി കാക്കനാട് എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലെ ചെമ്പുക്കാവിലാണ്. തൃശ്ശൂരാണ് വേണ്ടത്. ഇതിൽ ശരിയായ ജോഡി 2ഉം 3ഉമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്.
എട്ടാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലീം, അത് ശരിയാണ്. 2. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം, അതും ശരിയാണ്. 3. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്, അതും ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? 1. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ എന്നാണ് തന്നിട്ടുള്ളത്, അത് തെറ്റാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഫിലിപ്പൈൻസിലെ മണ്ഡലിയോങ്ങിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. 2. നാറ്റോ ബ്രസൽസ്, അത് ശരിയാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, അതും ശരിയാണ്. ഇൻ്റർപോൾ ലിയോൺ, അതും ശരിയാണ്. ഇതിൽ തെറ്റായ ജോഡി 1 മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 10ാമത്തെ ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, അബ്ദുൽ കലാം ആസാദ്. 11ാമത്തെ ചോദ്യം, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നമച്ച ബർവ. 12ാമത്തെ ചോദ്യം, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കരീവ. 13ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, റാറ്റ് ഹോൾ മൈനിങ്. 14ാമത്തെ ചോദ്യം, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ടൈറ്റാനിയം ഓക്സൈഡ്. 15ാമത്തെ ചോദ്യം, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഓക്സ്ബോ തടാകം. 16ാമത്തെ ചോദ്യം, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഉത്തർപ്രദേശ്. 17ാമത്തെ ചോദ്യം, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഉത്തരം ഓപ്ഷൻ എ, കസാൻ, റഷ്യ. റഷ്യയിലെ കസാനിൽ വെച്ചായിരുന്നു 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് നടന്നത്, അത് ബ്രസീലിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. ഇനി 2026 18ാമത് ഉച്ചകോടിയാണ് നടക്കാൻ പോകുന്നത്, അത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. 18ാമത്തെ ചോദ്യം, ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, പഞ്ചസാര വ്യവസായം. 19ാമത്തെ ചോദ്യം, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഒഡീഷ. 20ാമത്തെ ചോദ്യം, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ആഗോള സുസ്ഥിര വികസനം. 21ാമത്തെ ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 22ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏത്?
ഉത്തരം ഓപ്ഷൻ സി 2010. 23-ാമത് ചോദ്യം, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കേരളം. 24-ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ 1920-ലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ 1920-ലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, അത് തെറ്റാണ്. നികുതി നൽകാതിരിക്കുക, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് 1920-ലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. 25-ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നവമഞ്ജരി. അരുൾനൂൽ രചിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളാണ് രചിച്ചത്. വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. 26-ാമത് ചോദ്യം, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ധോളാവിര. 27-ാമത് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് 1 ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു, അത് തെറ്റാണ്. ആനി ബസന്റ് അല്ല രചിച്ചത്, ജ്യോതിറാവ് ഫൂലെയാണ് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത്. 2 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, അത് ശരിയാണ്. 3 1916-ൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു, അതും ശരിയാണ്. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്, 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 28-ാമത് ചോദ്യം, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. 29-ാമത് ചോദ്യം, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ. 30-ാമത് ചോദ്യം, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തെലങ്കാന. 31-ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു, ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു, ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് 1 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അത് വകുപ്പ് 19 മുതൽ 22 വരെയാണ്. 2 സമത്വത്തിനുള്ള അവകാശം, വകുപ്പ് 14 മുതൽ 18 വരെയാണ്. 3 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, വകുപ്പ് 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിന് എതിരായുള്ള അവകാശം, വകുപ്പ് 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1D 2C 3A 4B. 32-ാമത് ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. 33-ാമത് ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? തന്നിരിക്കുന്നത് 1 ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, അത് ശരിയാണ്. 2 ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, അതും ശരിയാണ്. 3 ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. 34-ാമത് ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. 35-ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
തന്നിരിക്കുന്നത് 1. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ, അത് ശരിയാണ്. 2. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അതും ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്, അത് തെറ്റാണ്. 65 വയസ്സാണ് വിരമിക്കൽ പ്രായം. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 36ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 37ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി സുകുമാർ സെൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഗ്യാനേഷ് കുമാർ. 38ാമത്തെ ചോദ്യം, അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുവാനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? തന്നിരിക്കുന്നത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഇവരെല്ലാം ഭരണഘടനയുടെ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 41ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. 42ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബുദ്ധമയൂരി. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? തന്നിരിക്കുന്നത് കബനി, പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. ഉത്തരം ഓപ്ഷൻ എ ആണ് കബനി. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്, കബനി, ഭവാനി, പാമ്പാർ. 44ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. 45ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വരയാട്. 46ാമത്തെ ചോദ്യം, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഉത്തരം ഓപ്ഷൻ സി രാമനാട്ടം. 47ാമത്തെ ചോദ്യം, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. 48ാമത്തെ ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ ചിങ്ങം 1. 49ാമത്തെ ചോദ്യം, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നാഫ്ത. 50ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നീണ്ടകര. 51ാമത്തെ ചോദ്യം, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി, അത് ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്, അത് തെറ്റാണ്. രാജ്മഹൽ കുന്നുകളിൽ നടന്നത് സാന്താൾ കലാപമാണ്. കുറിച്യ കലാപം വയനാട്ടിലാണ് നടന്നത്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു, അത് തെറ്റാണ്.
വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചത് മലബാർ കർഷക സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കാനാണ്. 4 കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയായിരുന്നു. അതും ശരിയാണ്. ഇതിലെ ശരിയായ പ്രസ്താവനകൾ 1ഉം 4ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 52ാമത് ചോദ്യം, 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നിഹോൺ ഹിൻഡാൻക്യോ. 53ാമത് ചോദ്യം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാരിച്ചാൽ ചുണ്ടൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025 നടന്നത്. അതിൽ വിജയികളായത് നടുഭാഗം ചുണ്ടൻ. 54ാമത് ചോദ്യം, ചുവടെ പറയുന്നവൽ ശരിയായ ജോഡി ഏതാണ്? ചുവടെ പറയുന്നവൽ ശരിയായ ജോഡി ഏത്? ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം. തെറ്റാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്. അതും തെറ്റാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടേതാണ്. വൈകുണ്ഠ സ്വാമികൾ ദർശനമാല. അതും തെറ്റാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. അത് ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ജോഡി. 55ാമത് ചോദ്യം, 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യ. 56ാമത് ചോദ്യം, വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 57ാമത് ചോദ്യം, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാൻ. 58ാമത് ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഉത്തരം ഓപ്ഷൻ എ, കീഴരിയൂർ ബോംബ് കേസ്. 59ാമത് ചോദ്യം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കൂട്ട്. 60ാമത് ചോദ്യം, മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. 61ാമത് ചോദ്യം, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഒവ്യൂൾ വിത്താകുന്നു. 62ാമത് ചോദ്യം, എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഒരു ജീവിയെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങളാണ് മൃഗശാലകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, സീഡ് ബാങ്കുകൾ, ജീൻ ബാഗുകൾ, അക്വേറിയംസ് എന്നിവയൊക്കെ. ജീവിയെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നിവയൊക്കെ. 63ാമത് ചോദ്യം, ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗോൾഗി കോംപ്ലക്സ്. 64ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗ്ലോബുലിൻ. 65ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലിപ്പേസ്. 66ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാണ്?
തന്നിരിക്കുന്നത് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അത് ശരിയാണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. അത് തെറ്റാണ്. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപാദനം കുറവായിരിക്കും. അതാണ് ശരിയായിട്ടുള്ളത്. വാസോപ്രസിൻ്റെ ഉൽപാദനം കുറയ്ക്കുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയ്ക്കും. അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 67ാമത്തെ ചോദ്യം, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയും തെറ്റും കണ്ടെത്തുക. തന്നിരിക്കുന്നത് 1 എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസുകളാണ്. അത് ശരിയാണ്. 2 ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അതും ശരിയാണ്. 3 ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. അത് തെറ്റാണ്. അവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. അതും തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം വൈറസുകളാണ്. ഇതിൽ 1, 2 ശരിയാണ്, 3, 4 തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 68ാമത്തെ ചോദ്യം, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മുയൽ വളർത്തലിനെയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. തേനീച്ച വളർത്തലിനെ എപ്പിക്കൾച്ചർ എന്ന് പറയുന്നു. നൂൽപ്പുഴു വളർത്തലിനെ സെറിക്കൾച്ചർ എന്നാണ് പറയുന്നത്. മത്സ്യം വളർത്തലിനെ പിസിക്കൾച്ചർ എന്ന് പറയുന്നു. 69ാമത്തെ ചോദ്യം, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തെന്നി നീങ്ങുന്ന സന്ധി. 70ാമത്തെ ചോദ്യം, സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിനാപ്സ് തന്നിരിക്കുന്നത് 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. അത് തെറ്റാണ്. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. അത് ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. അതും ശരിയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു. അത് തെറ്റാണ്. 2, 3 ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 71ാമത്തെ ചോദ്യം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഫ്ലൂറിൻ. 72ാമത്തെ ചോദ്യം, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, അൽനിക്കോ. 73ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് പോളി വിനൈൽ ക്ലോറൈഡ്, ബാക്കലൈറ്റ്, നൈലോൺ. ഉത്തരം വരുന്നത് ബാക്കലൈറ്റ് ആണ്. ബാക്കലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. 74ാമത്തെ ചോദ്യം, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ഏണസ്റ്റ് റൂദർഫോർഡ്. 75ാമത്തെ ചോദ്യം, LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? LPGയിലെ മുഖ്യ ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബ്യൂട്ടൈന്. 76ാമത്തെ ചോദ്യം, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് എന്താണ്? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, ത്വരണം. 77ാമത്തെ ചോദ്യം, ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിൻ്റെ യൂണിറ്റ് ഉത്തരം ഓപ്ഷൻ ബി, ന്യൂട്ടൺ. പാസ്കൽ എന്നത് മർദ്ദത്തിൻ്റെ, അതായത് പ്രഷറിൻ്റെ യൂണിറ്റാണ്. ന്യൂട്ടൺ ബലത്തിൻ്റെ യൂണിറ്റാണ്. ജൂൾ എന്നത് വർക്ക് ഓർ എനർജി, പ്രവൃത്തി അല്ലെങ്കിൽ ഊർജത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ. കലോറി എന്നത് ഹീറ്റ് എനർജി, താപോർജത്തിൻ്റെ യൂണിറ്റ്. 78ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്താണ്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗതികോർജം. 79ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അറ്റോമിക് റിയാക്ടറുകൾ. 80ാമത്തെ ചോദ്യം, കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ.
അതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക്. അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പറയുന്നത് മാത്സിൻ്റെ ഉത്തരങ്ങളാണ്. അത് ആൻസർ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. 81ാമത്തേത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 82 ഓപ്ഷൻ സി ആണ്. 83 ഓപ്ഷൻ എ ആണ്. 84 ഓപ്ഷൻ ബി ആണ്. 85 ഓപ്ഷൻ ബി ആണ്. 86 ഓപ്ഷൻ എ ആണ്. 87 ഓപ്ഷൻ ഡി ആണ്. 88 ഓപ്ഷൻ ഡി ആണ്. 89 ഓപ്ഷൻ ബി ആണ്. 90 ഓപ്ഷൻ ബി ആണ്. 91 ഓപ്ഷൻ ഡി ആണ്. 92 ഓപ്ഷൻ ഡി ആണ്. 93 ഓപ്ഷൻ എ ആണ്. 94 ഓപ്ഷൻ സി ആണ്. 95 വരുന്നത് ഓപ്ഷൻ ബി ആണ്. 96 ഓപ്ഷൻ എ ആണ്. 97 ഓപ്ഷൻ എ ആണ്. 98 ഓപ്ഷൻ എ ആണ്. 99 ഓപ്ഷൻ സി ആണ്. 100 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അടുത്ത ഒരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.